Hi, welcome to the next lecture of the numerical analysis. The central difference interpolation. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്ക്വേർഡ് ഡിഫറൻസും ഫോർവേഡ് ഡിഫറൻസ് ഇൻ്റർപൊളേഷനുമാണ് പഠിച്ചത്. ഇവിടെ സെൻട്രൽ ഡിഫറൻസ് ഇൻ്റർപൊളേഷൻ ദീസ് ആർ most suited for interpolation near the middle of a set of tabulated values of x and y. അതായത് നമ്മൾ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് ടാബ്ലേറ്റഡ് വാല്യൂസിൽ മിഡിൽ പോർഷൻസിലാണ് നമ്മൾക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളതെങ്കിൽ we have to use the central difference formula. So mainly ഇതിൽ goes forward difference formula ഉണ്ട്. First one goes forward difference formula ഉണ്ട്, goes backward formula ഉണ്ട്. രണ്ടാമത്തേത് goes backward formula. രണ്ട് ഫോർമുലയും കൂടി ഒരുമിച്ച് അങ്ങ് പഠിക്കുക, ഇത് ചെയ്യാം. goes backward formula. Okay, so first one is goes forward formula. ഇതിൽ that's equal to goes forward formula. ഇനി ഇതിൽ എന്തൊക്കെയാണ് ഇക്വേഷൻസ് എന്ന് നോക്കുക. ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ പി, ഇതാണ് ഫസ്റ്റ് വൺ ആണ് ഗോസ് ഫോർവേഡ് ഫോർമുല. വൈ പി ഈക്വൽ ടു വൈ നോട്ട് പ്ലസ് ക്യാപിറ്റൽ G1 ഇൻറ്റു ഡെൽറ്റ വൈ നോട്ട് പ്ലസ് G2 ഇൻറ്റു ഡെൽ സ്ക്വയർ വൈ മൈനസ് 1 പ്ലസ് G3 ഇൻറ്റു ഡെൽ ക്യൂബ് വൈ minus 1 plus G4 into del raised to 4 y minus 2. Okay, or in other words we can see that this is what is G1, G2, G3, G4 അതാണ് evaluate ചെയ്യാനുള്ളത്. G1 is equal to actually G1 equal to P, G2 equal to P into P minus 1 by 2, G3 equal to P plus 1 into P minus 1 by 3 factorial, G4 എന്തായിരിക്കും G4 equal to P plus 1 into P minus 1 into P minus 2 divided by 4 factorial. Next എന്തായിരിക്കും ഇതിൻ്റെ കൂടെ ഒരു പി പ്ലസ് 2 ആഡ് ചെയ്യാം. ഫസ്റ്റ് പി, പിന്നെ പി മൈനസ് 1 ബൈ 2, പി മൈനസ് 1 പിന്നെ ഡിവൈഡ് ബൈ 2. നെക്സ്റ്റത്തേൽ പി പ്ലസ് 1 ഒന്ന് കൂടി താഴെ 3 എണ്ണം ഉള്ളതുകൊണ്ട് 3 ഫാക്ടോറിയൽ ആയി. നെക്സ്റ്റ് പി മൈനസ് 2 ആഡ് ചെയ്തു, 4 ഫാക്ടോറിയൽ ആയി. 1 2 3 4 ഫിഗേഴ്സ് ഉള്ളതുകൊണ്ട്, ടൈപ്സ് ഉള്ളതുകൊണ്ട്, ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ദാറ്റ് ഇസ് 4 ഫാക്ടോറിയൽ. നെക്സ്റ്റ് എന്തായിരിക്കും G5 ആണെങ്കിൽ പി പ്ലസ് 2 കൂടി ഇതിൻ്റെ കൂടി ഉണ്ടാവും, താഴെ 5 ഫാക്ടോറിയൽ ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഫോർമുലാസ്. ഓക്കെ, അപ്പോൾ എങ്ങനെയത് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും കൂടി നമുക്ക് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇവിടെ ദിസ് ഇസ് എ ടേബിൾ ആക്ച്വലി. ഈ ഡിഫറൻസിൽ നമ്മൾ ചെയ്യേണ്ടത്, നേരത്തെ നമ്മൾ x0, x1, x2 എക്സെട്ര ആയിരുന്നു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എത്രയാണോ നമ്പേഴ്സ് ഉള്ളത്, മിക്കവാറും ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മിഡിലത്തെ അവിടെ മാറ്റി വെച്ച് ബാക്കിയുള്ളത് -1, -1, -2, -3 ആ രീതിയിൽ മുന്നോട്ട് പോകും. ഇവിടെ x1, x2, x3 അതിന് കറസ്പോണ്ടിങ് y -3, y -2, y -1, y0, y1, y2, y3. ഇനി ഇതിന്റെ ഡിഫറൻസ് ഡെൽറ്റ വൈ -3, ഡെൽറ്റ വൈ -2, ഡെൽറ്റ വൈ -1, ഡെൽറ്റ y0, ഡെൽറ്റ y1, ഡെൽറ്റ y2. ഇനി തിരിച്ച് ഡെൽ സ്ക്വയർ വൈ -3, ഡെൽ സ്ക്വയർ വൈ -2, ഡെൽ സ്ക്വയർ വൈ -1, ഡെൽ സ്ക്വയർ y0, ഡെൽ സ്ക്വയർ y1, ഡെൽ ക്യൂബ് വൈ -3, ഡെൽ ക്യൂബ് വൈ -2, ഡെൽ ക്യൂബ് -1, ഡെൽ ക്യൂബ് y0. ഇനി അടുത്തത് ഇതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഡെൽ റേസ് ടു 4 y -3, del raised to 4 y -2, del raised to 4 y -1. Next del raised to 5 y -3, del raised to 5 y -2, പിന്നെ del raised to 6 y -3. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. സോ ഇതിൽ ഇവിടെ നിന്നാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വാട്ട് ഇസ് പി എന്നുള്ളത് ക്ലിയർ ആണല്ലോ. സോ ഇത് തന്നെ നമ്മൾക്കൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആണ്.
ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ബാക്ക്വേർഡ് ഡിഫറൻസും കൂടി ഗോസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുലയും കൂടി വേണമെങ്കിൽ ഡിറൈവ് ചെയ്ത് വെക്കാം. ഗോസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല. ഗോസ് ബാക്ക്വേർഡ് ഫോർമുല. ബാക്ക്വേർഡ് ഫോർമുല എങ്ങനെയായിരിക്കും ഫോർമുല വരിക? ഫോർമുല നേരത്തെ അതേപോലെ തന്നെയാണ്. എങ്ങനെ? Formula is equal to yp equal to y naught plus g1 dash into y minus 1 plus g3 dash into del square y minus 1 del square y minus 1. അവിടെ del y minus 1 ആണോ ഡെൽറ്റ y naught ആണോ ഏതാണെന്ന് ഇവാലുവേറ്റ് ചെയ്യണം. del y ആണ് കേട്ടോ അത് വരിക. ദാറ്റ് ഈസ് ഡെൽറ്റ y മൈനസ് 1 ആണ്. വെറുതെ y മൈനസ് 1 അല്ല. y നോട്ട് പ്ലസ് ഡെൽറ്റ y മൈനസ് 1 g3 ഡാഷ് del സ്ക്വയർ y മൈനസ് 1 പ്ലസ് g4 ഡാഷ് del raised to 4 y മൈനസ് 2 പ്ലസ് എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണുള്ളത്. g1 ഡാഷ് del y മൈനസ് 1 del സ്ക്വയർ y മൈനസ് 1 പിന്നെ del ക്യൂബ് y മൈനസ് 1 del ക്യൂബ് ഇല്ല അല്ലേ, അവിടെയാണ് പോയത്. g3 ആണെങ്കിൽ g1 ഡാഷ് del സ്ക്വയർ ഇതാണ്, ഇത് g2 ആണ്. പിന്നെയുള്ളത് g3 del ക്യൂബ് y മൈനസ് 1 ആണ്. പിന്നെ g4 ഡാഷ് del raised to 4 മൈനസ് 2 പ്ലസ് എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ചെയ്യാൻ പറ്റുന്നത് വാട്ട് ഈസ് g1 ഡാഷ്. ഇവിടെ g1 ഡാഷ് എന്താ വരിക? g1 dash equal to p, g2 dash equal to p into p plus 1 by 2 factorial, g3 dash equal to p plus 1 into p into p minus 1 by 3 factorial, g4 dash equal to p plus 2 into p plus 1 into p into p minus 1 divided by 4 factorial. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് അറിയുന്നത്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവാണ്. പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ ഫൈൻഡ് e raised to 1.17 using Gauss forward formula. Gauss forward formula. Next, find e raised to 1.17 using the Gauss forward formula. 1.17 എവിടെയാണ്? ഈ 1.15 കഴിഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ഫോർവേഡും ബാക്ക്വേർഡ് ഫോർമുലയും അപ്ലൈ ചെയ്യാം. പക്ഷെ ഇവിടെ മിഡിൽ ആയതുകൊണ്ട് വി ക്യാൻ യൂസ് ദ ഗോസ് ഫോർവേഡ് ഫോർമുല, സെൻട്രൽ ഡിഫറൻസ് ഫോർമുല അപ്ലൈ ചെയ്യും. ബാക്ക്വേർഡ് ഡിഫറൻസും അപ്ലൈ ചെയ്യും. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതിൽ ഇനി ഡാറ്റ എഴുതുവാണ് ഡയറക്റ്റ്. ഇതിൽ എക്സ് വൈ, എക്സും വൈയും എത്രയാണെന്ന് നോക്കാം. 1, 1.05, 1.10, 1.15, 1.20, 1.25, 1.30. ഇനിയാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് 2.7183. ഇനി ഇതിൻ്റെ വാല്യൂസ് 2.7183, 2.8577, പിന്നെ 3.0042, പിന്നെയുള്ളത് 3.1582. ഇതിന് നേരെ എഴുതുകയല്ല. 3.3201, പിന്നെയുള്ളത് 3.4903, പിന്നെയുള്ളത് 3.6693. ഞാനൊരു ഇങ്ക് മാറ്റി പ്രയോഗിക്കുവാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി 1, 2, 3, 4, 5, 6, 7 ഉണ്ട്. അപ്പോൾ മിഡിലത്തെ ഇതായിരിക്കും നമ്മുടെ ഏത് വരിക? നമ്മുടെ
വൈ നോട്ടായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. വൈ നോട്ടല്ല, ഇത് എക്സ് നോട്ട്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇതിൻ്റെ വൈ നോട്ടായിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് എക്സ് മൈനസ് 1, എക്സ് മൈനസ് 2, എക്സ് മൈനസ് 3. ഇവിടെ x1, x2, x3 ആയിരിക്കും. ഈ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോവുക. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. അതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.1394 വരും. ഇതിൻ്റെ ഡിഫറൻസ് 0.1465 വരും. ഇതിൻ്റെ ഡിഫറൻസ് 0.1540. പിന്നെയുള്ളത് 0.1619, പിന്നെ 0.1702, പിന്നെ 0.1790. ഇനി ഇവിടെയാണെങ്കിലോ 0.0071, പിന്നെയുള്ളത് 0.0075, പിന്നെയുള്ളത് 0.0079. ഇതിൻ്റെ ഡിഫറൻസ് 0.0083. ഇതിൻ്റെ ഡിഫറൻസ് 0.0088. ഇനി ഈ ഡിഫറൻസ്, ഇത് ഡെൽറ്റ, ഇത് ഡെൽറ്റ സ്ക്വയർ, ഡെൽറ്റ ക്യൂബ്, ഡെൽറ്റ റേസ് ടു 4. ഇതിൽ രണ്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ഏത് രീതിയിൽ എഴുതാൻ പറ്റും? ദാറ്റ് ഇസ് 0.0004. ഇതിൻ്റെ ഡിഫറൻസ് 0.0004, പിന്നെ 0.0004, 0.0005. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 വരും, പിന്നെ 0 വരും, ഇവിടെ 0.0001. അപ്പോൾ ഇവിടെയുള്ള മിഡിൽ വരുന്ന പോർഷൻസ് എല്ലാം നേരത്തെ നമ്മൾ കണ്ടായിരുന്നു. നമ്മൾക്ക് ചൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റത്തേതിൽ വൈ നോട്ട് വേണം. പിന്നെയുള്ളത് എന്താ? ഡെൽറ്റ വൈ. പിന്നെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കുക. ഡെൽറ്റ വൈ നോട്ട് വേണം. ഡെൽ സ്ക്വയർ വൈ മൈനസ് 1. ഡെൽറ്റ വൈ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് വരിക. ഓക്കെ, എക്സ് വൈ മൈനസ് 3 ആണെങ്കിൽ ഡെൽറ്റ വൈ നോട്ട് ഇവിടെയാണ് വരിക. വൈ നോട്ട് ഇവിടെ, ഡെൽറ്റ വൈ നോട്ട്. അപ്പോൾ എത്രാമത്തെയാണത്? 4ാമത്തെ പോയിന്റ് ആണ്. പിന്നെയുള്ളതിൽ ഡെൽ സ്ക്വയർ വൈ മൈനസ് 1 ആണ്. ഡെൽ സ്ക്വയർ വൈ മൈനസ് 1 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വരുന്നത് പിന്നെയുള്ളതിൽ 3ാമത്തേത്. ഓക്കെ, പിന്നെ ഡെൽ ക്യൂബ് വൈ മൈനസ് 1 ആണ്. പിന്നെ അഗെയിൻ 3ാമത്തേത്. ഇത് 4ാമത്തെ, ഇത് 3ാമത്തെ പോയിന്റ്. പിന്നെ അടുത്തതിൽ എന്താ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ റേസ് ടു 4 വൈ മൈനസ് 2 ആണ്. ഡെൽ റേസ് ടു 4 വൈ മൈനസ് 2 രണ്ടാമത്തെ. അഗെയിൻ ഡെൽ റേസ് ടു 5 വൈ മൈനസ് 2 ആണ് വരിക. അതും രണ്ടാമത്തേത് തന്നെയാണ് വരിക. ഓക്കെ, പിന്നെ ലാസ്റ്റ് പോയിന്റ്. ഈ രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾക്ക് ചെയ്യാനുള്ളത് വൈ നോട്ട് വേണം. പിന്നെ 4ാമത്തെ 1 2 3 4 ഈ പോയിന്റ് വേണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വരെ ആയിരിക്കും? ഏത് പോയിന്റ് ആയിരിക്കും? ദാറ്റ് ഇസ് ഇത് വൈ നോട്ട്, ഇത് ഡെൽറ്റ വൈ നോട്ട്. പിന്നെ വരുന്നത് 4ാമത്തെ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം 3ാമത്തെ പോയിന്റ് എടുക്കുക. ഡെൽറ്റയിൽ ഡെൽറ്റ സ്ക്വയറിൽ 3ാമത്തെ പോയിന്റ് എടുക്കുക. 1 2 3 ഈ പോയിന്റ് എടുക്കുക. പിന്നെയുള്ളതിലും എന്ത് ചെയ്യുക? തേർഡ് പോയിന്റ് തന്നെ യൂസ് ചെയ്യുക. നെക്സ്റ്റ് സെക്കൻഡ് യൂസ് ചെയ്യുക. ദാറ്റ് ഇസ് ഡെൽ റേസ് ടു 4ലാണെങ്കിൽ സെക്കൻഡ് യൂസ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഈ പോയിന്റ് വെച്ചിട്ട് ഡയറക്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾക്ക് ആൻസർ എന്ത് കിട്ടും? 3.2221 കിട്ടും. ഇതാണ് അതിൻ്റെ വാല്യൂസ് വരിക. പി എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എച്ച് ആണ്. എക്സ് എന്ന് പറയുന്നത് 1.17, പിന്നെ എക്സ് നോട്ട് 1.15 വരും. അതിൻ്റെ ഡിഫറൻസ് ഇതാണ് വരിക. എക്സ് ഇസ് ഈക്വൽ ടു 1.1
7 ഇത് 1.15 വരും ഡിഫറൻസ് ഇത് വരും വാല്യൂസ് ഇത് കിട്ടും ഓക്കെ 2/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു